പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2 ഓഗസ്റ്റ് 2025 എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയുടെ പുതിയ പുതുക്കലിനെ പറ്റിയോ അല്ലെങ്കിൽ പുതിയ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിനെ പറ്റിയോ ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. അത് ഇപ്പോൾ ഒരുപാട് പേര് കിസാൻ്റെ പുതുക്കാനുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. കിസാൻ്റെ ഒരു പുതുക്കലും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പുതുക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പുതുക്കലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആധാർ കാർഡും മറ്റുമൊക്കെ ആയിട്ട് OTP ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒരുപാട് ഫ്രോഡ് അറ്റംപ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കിസാൻ്റെ വ്യാജ വാർത്തകളൊന്നും പ്രചരിപ്പിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിസാൻ്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിക്കുക. pmkisan.gov.in എന്ന വെബ്സൈറ്റ് നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് നോക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും കൊണ്ടോ ഒക്കെ നോക്കിച്ചാൽ മതി. അതിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ വാർത്തകൾ മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ. മറ്റ് ആളുകൾ പറയുന്ന ഒന്നും കേൾക്കരുത്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് കിസാൻ്റെ പുതുക്കൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞ് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 500ഓളം സർവീസുകൾ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻറ്ററാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. കിസാൻ്റെ ചെയ്യാനുള്ള അതോറിറ്റി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വ്യാജ വാർത്തകളൊന്നും വിശ്വസിക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും കിസാൻ്റെ ടോൾ ഫ്രീ നമ്പറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിസാൻ്റെ വെബ്സൈറ്റും ഉണ്ട്. അതുകൊണ്ട് സൈറ്റ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആധാർ പോലെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ ആധാർ ബേസ്ഡ് OTP ഇട്ടിട്ടുള്ള ഒരു KYCയോ eKYCയോ ഒന്നും തന്നെ ഇപ്പോൾ അതൊന്നും തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ കിസാൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ eKYC മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്നാണ്. അത് ഈ ലാസ്റ്റ് ഗഡു കിട്ടിയിട്ടുള്ളവർ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവർ KYC ചെയ്തവരാണ്. അപ്പോൾ eKYC ചെയ്തവരാണ്, അവർക്ക് മാത്രമേ ലാസ്റ്റ് ഗഡു കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വ്യാജ വാർത്തകളും വിശ്വസിക്കരുത്. അവരാരും തന്നെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ ഇരുന്ന് ചെയ്ത് കൊടുക്കുന്നവരല്ല. പലരും വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ന്യൂസ് ഇല്ല. അതെല്ലാം തെറ്റായ ന്യൂസ് മാത്രമാണ്. പല ഗ്രൂപ്പുകളിലും ഇത് കാണുന്നുണ്ട്. കിസാൻ്റെ പുതിയ ഇൻസ്റ്റാൾമെൻറ്റിനെ പറ്റിയോ പുതുക്കലിനെ പറ്റിയോ ഒന്നും ഒരു വാർത്തയും ഇല്ല. എന്തെങ്കിലും കൂടുതൽ കിസാനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ കിസാൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്, അതെങ്ങനെ അത് അടുത്ത ഗഡുവെങ്കിലും മേടിച്ചെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 10 തൊട്ട് 5 മണി വരെ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരും. ഫോൺ നമ്പർ 0477 40 69931.